സമന്വയ സോഫ്റ്റ്വെയറിൽ സ്റ്റാഫ് ഫിക്സേഷൻ ചെയ്യുന്നതിന് വേണ്ടി സമന്വയ സൈറ്റിൽ ലോഗിൻ പേജ് എടുത്ത് സമ്പൂർണ്ണ ലോഗിൻ ഐഡിയും പാസ്വേഡും ക്യാപ്ച കോഡും കൊടുത്ത് ക്യാപ്ച കോഡിന് താഴെയുള്ള ലോഗിൻ യൂസിംഗ് സമ്പൂർണ്ണ എന്ന ബട്ടൺ ഓണാക്കി ലോഗിൻ ചെയ്യുക. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ മുകളിലായി റെഡ് കളറിൽ 4 ടാബുകൾ കാണാം. ഒന്നാമതായി 6th വർക്കിംഗ് ഡേ സ്ട്രെങ്ത് എന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ കാണുന്ന കുട്ടികളുടെ എണ്ണത്തിന് താഴെയുള്ള കൺഫേം സ്ട്രെങ്ത് ഡീറ്റെയിൽസ് എന്ന മഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന പോപ്പപ്പ് മെസ്സേജിൽ ഓക്കെ നൽകുക. ഇപ്പോൾ 6th വർക്കിംഗ് ഡേ സ്ട്രെങ്ത് കൺഫേം ആയിട്ടുണ്ടാവും. ആ ടാബിന്റെ കളർ റെഡ് എന്നത് മാറി ഗ്രീൻ ആയിട്ടുണ്ടാവും. അടുത്ത ടാബായ സ്റ്റാഫ് സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാഫ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. റിപ്പോസിറ്ററി എന്ന ഭാഗം തുറന്ന് സ്റ്റാഫിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയും. പേരിന് നേരെ വലതുവശത്തായിട്ട് എഡിറ്റ് ഓപ്ഷനും ഡിലീറ്റ് ഓപ്ഷനും ഉണ്ട്. ആവശ്യമുള്ളത് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. പുതിയ ഡെയിലി വേജ് അധ്യാപകരെയോ സ്റ്റാഫിനെയോ ചേർക്കണമെന്നുണ്ടെങ്കിൽ വലതുവശത്ത് മുകളിലായി ആഡ് സ്റ്റാഫ് എന്ന ബട്ടൺ ഉപയോഗിക്കാം. അത് തുറക്കുമ്പോൾ വരുന്ന വിവരങ്ങൾ എല്ലാം തന്നെ നൽകി സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റാഫ് ലിസ്റ്റിന് താഴെ വരുന്ന കൺഫേം സബ്മിഷൻ എന്നുള്ള യെല്ലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോപ്പപ്പ് മെസ്സേജ് ഓക്കെ കൊടുത്ത് റെഡ് ബട്ടണെ ഗ്രീൻ ആക്കുക. പ്ലാനും ഫിറ്റ്നസും നൽകേണ്ടതാണ് അടുത്ത ടാബ്. പ്ലാൻ ആൻഡ് ഫിറ്റ്നസ് ഡീറ്റെയിൽസ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് തുറന്ന് ഫിറ്റ്നസിൽ നൽകിയിട്ടുള്ള ക്ലാസ് മുറികളുടെ എണ്ണവും അളവുകളും ഫിറ്റ്നസ് ലഭിച്ച തീയതിയും മറ്റും നൽകി സേവ് ചെയ്യുക. സേവ് ബട്ടന് താഴെയായുള്ള ഓപ്ഷനിൽ ഫിറ്റ്നസിന്റെയും പ്ലാനിന്റെയും സേവ്ഡ് PDF അപ്ലോഡ് ചെയ്യുക. ഇതിന് മുന്നോടിയായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഫിറ്റ്നസിന്റെയും പ്ലാനിന്റെയും PDF ഫോർമാറ്റ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അവിടെ ഒരു കണ്ണിന്റെ പടം പോലെയുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്ത ഫയൽ കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാനായിട്ട് കഴിയും. അത് കറക്റ്റ് ആണെങ്കിൽ കൺഫേം സബ്മിഷൻ എന്ന മഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുകളിലുള്ള റെഡ് ടാബ് ഗ്രീൻ ആക്കുക. അടുത്ത ടാബായിട്ട് വരുന്നത് റീഅഡ്മിഷൻ ആൻഡ് സ്ട്രെങ്ത് ഡീറ്റെയിൽസ് എന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് റീഅഡ്മിറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ എണ്ണം നൽകി സേവ് ചെയ്യുക. ഇനിയും അവിടെ കാണുന്ന മറ്റൊരു ബട്ടണാണ് റിവിഷൻ ഓഫ് സ്റ്റാഫ് ഫിക്സേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമ്മളുടെ 6th വർക്കിംഗ് ഡേക്ക് ശേഷം സ്കൂളിൽ നിന്നും ഏതെങ്കിലും കുട്ടികൾ TC പോവുകയോ ഏതെങ്കിലും കാരണവശാൽ കുട്ടികൾ വരാതിരിക്കുകയോ നമ്മൾ റിമൂവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കുട്ടികളുടെ വിവരങ്ങൾ കൊടുക്കാനാണ്. അത് ക്ലിക്ക് ചെയ്ത് അവിടെ സ്റ്റാൻഡേർഡ്, ഡിവിഷൻ എന്നിവ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികളുടെ പേര് വരുന്നുണ്ടാവും. അതിന് നേരെയുള്ള റിമാർക്സ് കോളത്തിൽ റിമാർക്സ് കൊടുത്ത് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം മുകളിലെ 4 റെഡ് ബട്ടണുകൾ ഗ്രീൻ ആയിട്ടുണ്ടാവും. അതിന്റെ വലതുവശത്തുള്ള ഒരു നീല ബട്ടൺ ഉണ്ട്, പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ. അത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വിവരങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം ശരിയാണ് എങ്കിൽ ചെക്ക് ബോക്സ്, ഡിക്ലറേഷന്റെ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ഫൈനൽ സബ്മിഷൻ നടത്തുക. എന്തെങ്കിലും പിശക് കണ്ടാൽ റീസെറ്റ് ഓൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ അവിടെ ഉണ്ട്. അത് ചെയ്തിട്ട് വീണ്ടും ആദ്യം മുതലേ എല്ലാം കറക്റ്റ് ചെയ്ത് സേവ് ചെയ്ത് കൺഫേം ചെയ്ത് വന്നതിന് ശേഷം ഡിക്ലറേഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യാം. ഫൈനൽ സബ്മിഷൻ നടത്തി കഴിയുമ്പോൾ ഈ ഗ്രീൻ കളർ ഉള്ള ടാബുകൾ
ചാര കളറിലുള്ള ടാബുകളായിട്ട് മാറിയിട്ടുണ്ടാവും. അവിടെ വെച്ച് നമുക്ക് അതിന്റെ പ്രിന്റ് എടുക്കാം. ഈ പ്രിന്റ് നമുക്ക് ഓഫീസിൽ നൽകുകയോ നമ്മുടെ സ്കൂളിൽ സൂക്ഷിക്കുകയും ചെയ്യാൻ പറ്റും.